ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷമല്ല, ഇനി വരാനിരിക്കുന്ന വിശേഷത്തിലേക്ക് കടന്നാലോ. ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ലൈക്കിന് എന്നും ഒരു ടാർഗറ്റ് ഇടുന്നുണ്ട്. ഇന്നും 1K ലൈക്കാണ്. അപ്പൊ എല്ലാവരും മാക്സിമം ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ പോയാലോ സച്ചിയുടെ രേവതിയുടെ വിശേഷത്തിലേക്ക്. അങ്ങനെ കുറെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞങ്ങ് പോയി കേട്ടോ. കുറെ ദിവസങ്ങളൊക്കെ കഴിഞ്ഞു പോയി. ഞാൻ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഇട്ടതിന്റെ ബാലൻസ് ആയിട്ടാണ് പറയുന്നത്. നമ്മുടെ ശ്രുതിക്ക് ഒരു കുഞ്ഞ് ഉണ്ട് എന്ന സത്യം രേവതി മനസ്സിലാക്കുകയാണ്. അപ്പൊ അതെങ്ങനെയാ മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് ഞാൻ ഇട്ട ആ ഒരു ഉച്ചത്തെ ആ ഒരു എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. എങ്കിലും ഞാൻ അതൊന്ന് കേൾക്കാത്തവർക്കൊന്ന് ചെറുതായിട്ട് ചുരുക്കത്തിൽ ഒന്ന് പറയാട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മുടെ ദേവുവിന് ഒരു ജോലി കിട്ടുന്നുണ്ട്. ആ ഹോസ്പിറ്റലിൽ ഒരു ഗൈനക്കോളജിനെ കാണാൻ വേണ്ടി ശ്രുതി വരികയും അങ്ങനെ ശ്രുതി എന്തിനാണ് വന്നതെന്ന് തിരക്കുമ്പോൾ രണ്ടാമത്തെ പ്രഗ്നൻസി ആവുന്നില്ല. അപ്പൊ അതും കൊണ്ട് അതിന്റെ ടെസ്റ്റിന് വന്നതാണെന്ന് അറിയുന്നത്. അപ്പൊ ഇത് രേവതി അറിയുന്നു. അപ്പൊ രേവതി അറിയുമ്പോൾ വല്ലാത്തൊരു ടെൻഷൻ തന്നെയാണ് രേവതിക്ക്. കാരണം ഞെട്ടിപ്പോവുകയാണ്. രണ്ടാമത്തെ പ്രഗ്നൻസി, അതായത് ഇതുവരെ ആദ്യത്തെ കുഞ്ഞു പോലും ഉണ്ടായിട്ടില്ല എന്നാണല്ലോ ഇവര് വിചാരിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ ശ്രുതിയുടെ കൂടെ വന്നതിന് ശേഷം ഇതുവരെ പ്രഗ്നൻസി ആയിട്ടില്ല. അപ്പം അതാണല്ലോ ആദ്യത്തെ കുഞ്ഞ്. അപ്പൊ ഇതിനു മുമ്പ് ഒരു കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞ് എവിടെ, അതും അതെങ്ങനെ സംഭവിച്ചു എന്നൊക്കെയുള്ള ആ ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിലാവത്തഴിച്ചു വിട്ട കോഴീനെ പോലെയാണ് നമ്മുടെ രേവതിക്ക് ഇത് ആരോടും തുറന്നു പറയാനും പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. ഏതായാലും അത് കഴിഞ്ഞ് നമ്മുടെ രേവതി വീട്ടിലൊക്കെ ചെന്നിട്ട് വല്ലാത്ത ടെൻഷനിലായിരുന്നു. കുറേ നേരം പരിസര ബോധമൊക്കെ മറന്നാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ വർഷയുമായിട്ട് നമ്മുടെ ശ്രീകാന്തിന്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവമാണ്. അങ്ങനെ വർഷം വന്നു കഴിഞ്ഞപ്പോൾ ഈ വർഷയും രേവതിയും ഭയങ്കര കൂട്ടാണ് കേട്ടോ. രണ്ടുപേരും അങ്ങോട്ടും പരസ്പരം എല്ലാം തുറന്നു പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും. വർഷയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് രേവതിനെ, രേവതിക്കും ഇഷ്ടമാണ് വർഷേനെ. അങ്ങനെ രേവതിയുടെ ഈ ടെൻഷനും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് എന്തോ ഒരു ചെറിയ സംശയം തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ വർഷ ചോദിച്ചു, എന്തു പറ്റി രേവതി, നിനക്ക് എന്താ പറ്റിയത്, എന്തെങ്കിലും എന്നോട് പറയാത്ത കാര്യം വല്ലതും ഉണ്ടോ നിന്റെ മനസ്സിൽ? സാധാരണ നീ എല്ലാം എന്നോട് തുറന്നു പറയുന്നതാണല്ലോ രേവതി, നീ എന്നെ ഒരു അനീതിയായിട്ട് കണ്ടെന്ന് പറഞ്ഞിട്ട് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് പറയുമ്പം അത് പിന്നെ അതിപ്പം ഞാൻ എങ്ങനെയാ പറയുക, അതെന്താ അത്ര വലിയ പ്രശ്നമാണോ, അത്രയ്ക്ക് വല്ല ബോംബ് പൊട്ടുന്ന വല്ല പ്രശ്നമാണോ? അതെ, അതൊരു വലിയ ബോംബ് തന്നെയാ. എനിക്ക് സത്യമായിട്ടും ഇത് ആരോടും പറയാനും തോന്നുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് എനിക്ക് അറിയത്തുമില്ല. ഇത് സത്യമാണോ അതോ ഇനിയിപ്പം അതൊക്കെ കള്ളമാണോ എന്നൊന്നും അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ എന്താണെങ്കിലും ഒന്ന് എന്റെ പൊന്ന് രേവതി എന്ന് പറഞ്ഞപ്പം അത് പിന്നെ നമ്മുടെ ശ്രുതിയില്ലേ, ആ ശ്രുതി എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാല് ശ്രുതി ഇതിനു മുമ്പ് ശ്രുതിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. ശ്രുതിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെന്നോ? എന്താടി നീ പറയുന്നത്? എവിടെന്നാ നിനക്ക് ഈ വിവരം കിട്ടിയത്? അത് പിന്നെ ഞാന് ഇന്ന് എൻ്റെ ദേവു ഇല്ലേ, എൻ്റെ അനീത്തി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ പോയപ്പം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പം അവിടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണാനാണ് വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തിരക്കി. ഇപ്പം രണ്ടാമത് കൺസീവ് ആകുന്നില്ല, അപ്പം അതിനുവേണ്ടി വന്നതാണ്, പ്രഗ്നൻസി ആവുന്നില്ല, അതിനുവേണ്ടി വന്നതാണ് എന്ന് അവിടുത്തെ ഒരു റിസപ്ഷനിലെ ഒരു ചേച്ചി പറഞ്ഞു എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത്തെയോ? അപ്പം ആദ്യം വല്ല കുഞ്ഞുണ്ടായിരുന്നോ? ഇതുവരെ ഇവിടെ വന്നിട്ട് കുഞ്ഞുണ്ടായിട്ടില്ലെന്നേ, ഇവിടെ വരെ കുഞ്ഞുണ്ടായിട്ടില്ല, പ്രഗ്നൻസി ഒന്നും ആകാത്തത് കൊണ്ടാണ് ചെക്കപ്പിന് പോകുന്നതെന്നാ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇത് രണ്ടാമത്തെ പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട് എനിക്കങ്ങ് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. എന്താ സംഭവിച്ചതെന്ന് ഒന്നും എനിക്ക് അറിയില്ല വർഷം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഈശ്വര, ഇനിയിപ്പം വിവാഹത്തിന് മുമ്പ് വല്ല ബന്ധത്തിലും കുഞ്ഞുങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? അല്ല ഇനിയിപ്പം അങ്ങനെ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ട് അതിനെ അബോർഷൻ ചെയ്ത് വല്ലതും കളഞ്ഞതായിരിക്കുമോ? അതോ ഒരു എത്തുമിടിയും കിട്ടുന്നില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് അവളോട് തന്നെ ചോദിക്കണം. അവൾ അങ്ങനെ ഒരു ചെറ്റത്തനെ കാണിച്ചിട്ടാണ് ഈ വീട്ടിൽ കയറി വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിലും അവൾ അഹങ്കാരിയല്ലേ, അവൾക്ക് അഹങ്കാരത്തിന് കൈയും കാലും മുളച്ചവളാ. അവളുടെ അഹങ്കാരം നമുക്ക് തീർക്കണം രേവതി എന്ന് പറഞ്ഞപ്പോൾ അയ്യോ വേണ്ട, നമ്മളായിട്ട് എന്തിനാ ഒരു പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നത്? ഇത് നമ്മളെ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ആയിരിക്കാം. പക്ഷെ ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ എത്രത്തോളം എൻ്റെ അമ്മായിയമ്മയും നിന്റെ അമ്മായിയമ്മയൊക്കെ വിശ്വസിക്കുന്ന അറിയാമോ? നമ്മുടെ അമ്മായിയമ്മ ഇത് വിശ്വസിക്കാനേ പോകുന്നില്ല. ഏതായാലും വെറുതെ നമ്മൾ കുറ്റക്കാരാകേണ്ട കാര്യമുണ്ടോ? അത് സത്യമാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഏതാ എന്നൊന്നും അറിയാതെ നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനമെടുക്കുന്നത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി. അപ്പൊ വർഷ പറഞ്ഞു, എടുത്തു ചാടി നമ്മൾ എന്ത് തീരുമാനം എടുക്കുന്നത്? എടുത്തു ചാടി നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നൊന്നുമില്ലല്ലോ.
പക്ഷേ ഇത് നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്നല്ലേ, ഇത് നമ്മുടെ കുടുംബം കൂടെ അല്ലേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വർഷ. നിനക്കറിയില്ലേ നമ്മുടെ അമ്മായിയമ്മയുടെ സ്വഭാവം. നമ്മുടെ അമ്മായിയമ്മ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നറിയാമോ. പിന്നെ നമ്മൾ ഇത് ഉണ്ടാക്കി പറഞ്ഞതാണെന്ന് നമുക്ക് വർഷയോടല്ല നമ്മൾക്ക് ശ്രുതിയോട് കുശുമ്പാണെന്നും അസൂയാണെന്നൊക്കെ പറയും. എന്തൊക്കെ പറഞ്ഞാലും ഇത് പറയാതെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല രേവതി. ഇതാ ഞാൻ പറയാതിരുന്നത് വർഷ. ഇതിപ്പം തൽക്കാലം ആരും അറിയണ്ട, ആരോടും പറയുകയും വേണ്ട. കാരണം നമുക്ക് എന്തെങ്കിലും തെളിവില്ലാതെ നമ്മൾ ഇത് ആരുടെയും മുമ്പിൽ പറഞ്ഞാലൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ലാസ്റ്റ് നമ്മൾ കള്ളികളാവുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വർഷ വാക്ക് കൊടുത്തു, ഇത് വേറെ ആരോടും പറയുന്നില്ല എന്ന് പറഞ്ഞ് അങ്ങ് വാക്ക് കൊടുത്തിട്ട് പോയി. എങ്കിലും വർഷയ്ക്ക് ഒരു സമാധാനം ഇല്ല കേട്ടോ. നമ്മുടെ വർഷയാണെങ്കിൽ ഇതെന്തായിരിക്കും സംഭവിച്ചത്, ഇതെങ്ങനെ സംഭവിച്ചു, എന്തായിരിക്കും ഉണ്ടായത്. അല്ല ഇനിയിപ്പം ഇവൾക്ക് വല്ല റിലേഷനും ഉണ്ടായിരുന്നോ ഈ വിവാഹത്തിന് മുമ്പ്? ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതിനിപ്പോൾ ആരോടും പറഞ്ഞില്ലല്ലോ, എൻ്റെ മനസ്സിലിരിക്കുകയില്ലെന്ന്. സാധാരണ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. നമുക്കൊരു രഹസ്യം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ മനസ്സിൽ നമുക്കൊരു അസ്വസ്ഥത തന്നെയാണ്. അപ്പം അതൊന്ന് ഇറക്കി വെക്കണം. അതുകൊണ്ട് നമ്മുടെ വർഷ തിരഞ്ഞെടുത്തത് വേറെ ആരെയല്ല, ശ്രീകാന്തിനെയാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് നേരെ ചെന്നു. അങ്ങനെ ശ്രീകാന്തിൻ്റെ അടുത്ത് ചെന്നിട്ട്, അതെ ഞാനൊരു കാര്യം പറയട്ടെ ശ്രീകാന്തേ. എന്ത് കാര്യമാണ് നിനക്ക് പറയാനുള്ളത് വർഷ, നീ പറഞ്ഞോ. അത് പിന്നെ നമ്മുടെ ശ്രുതിയില്ലേ, നമ്മുടെ ശ്രുതിക്ക് ഇതിനു മുമ്പ് ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട്. കുഞ്ഞുണ്ടായിട്ടുണ്ടോ? നീ എന്താ ഈ പറയുന്നത്? പോന്ന് ചുമ്മാ വേറൊരു പണിയില്ലാതെ ഇന്ന് ഏപ്രിൽ ഫൂളൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, എൻ്റെ പൊന്നു ശ്രീകാന്തെ ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. അല്ല ഈ വിവരം നീ എങ്ങനെ അറിഞ്ഞു? എന്നോട് പറഞ്ഞത് രേവതിയാ. രേവതി എങ്ങനെ ഏട്ടത്തി എങ്ങനെ ഈ വിവരം അറിഞ്ഞു? ഏട്ടത്തി അറിഞ്ഞത് ഏട്ടത്തി ഹോസ്പിറ്റലിൽ പൂ കൊണ്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് ദേവുവാ. ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് അവൾക്ക് അവിടെ ആദ്യമായിട്ട് ജോലി കിട്ടിയത്. അപ്പോൾ അവിടെ ശ്രുതി വന്ന് നിൽക്കുകയും ശ്രുതി ഇങ്ങനെ ഡോക്ടറെ കാണുന്നത് രണ്ടാമത് കൺസീവ് ആകുന്നില്ല അതുകൊണ്ടാണെന്നും ഇങ്ങനെ പറഞ്ഞു. ഏതായാലും അത് വെറുതെ ആയിരിക്കില്ലല്ലോ ശ്രീകാന്തേ. എനിക്ക് വല്ലാത്ത സംശയം തോന്നുക. എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഒരു ഇതും കിട്ടുന്നില്ല. ഏതായാലും നീ ഒരു കാര്യം ചെയ്യുക, നീ ഇതാരോട് പറയാനൊന്നും നിൽക്കണ്ട. ഇത് സത്യമാണോ കള്ളമാണോ എന്ന് നമുക്ക് അറിയണമല്ലോ. അറിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ ഏതായാലും നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ ശ്രീകാന്ത് ഇത് കേട്ടതേ വല്ലാത്ത ഷോക്കായി പോയിട്ടോ. സ്വന്തം ഏട്ടനാണ്, ഏട്ടന്റെ ഭാര്യ ഏട്ടനെ ചതിക്കാന്ന് പറഞ്ഞ ആർക്കും ചിലപ്പോൾ നമ്മുടെ വർഷയ്ക്കോ രേവതിക്കോ വർഷയോടല്ല ശ്രുതിയോട് ക്ഷമിക്കാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അതൊരിക്കലും നമ്മുടെ ശ്രീകാന്തിന് ക്ഷമിക്കാൻ കഴിയില്ല. സ്വന്തം ഏട്ടനെ പറ്റിച്ചു, കുടുംബത്തെ പറ്റിച്ചു എന്നൊക്കെ അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ ഇതിനൊരു വഴി കണ്ടെത്തണമല്ലോ. ഇതിപ്പോൾ എങ്ങനെയാ, ഇപ്പം എന്താണെന്ന് അറിയില്ലല്ലോ. ഏതെങ്കിലും സച്ചിയേട്ടനോട് പറയാമെന്ന് പറഞ്ഞ് നേരെ സച്ചിയോട് എന്ന് പറഞ്ഞു. സച്ചി ഈ വക കാര്യങ്ങൾ കേൾക്കാൻ നിൽക്കുകയാണല്ലോ നമ്മുടെ ശ്രുതിയുടെ മണ്ടക്കിട്ട് കയറാൻ. സച്ചി ഇത് കേട്ടോണ്ടേ, എന്താ ശ്രീകാന്തെ നീ പറയുന്നത്, നീ ഇതെങ്ങനെയാ അറിഞ്ഞത്? അത് പിന്നെ ഞാൻ അറിഞ്ഞത് വർഷ എന്നോട് പറഞ്ഞു. അല്ല വർഷ എങ്ങനെ അറിഞ്ഞു? അത് രേവതിയടത്തി വർഷയോട് പറഞ്ഞു. രേവതിയോ? എന്നിട്ട് രേവതി എന്നോട് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ രേവതിയടത്തി ആരോടും ഇത് പറയരുതെന്ന് പറഞ്ഞ വർഷയോട് പറഞ്ഞത്. ദേവു ഇല്ലേ നമ്മുടെ രേവതിയടത്തിയുടെ അനിയത്തി, അനിയത്തി ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിലാണ് ഈ പറയുന്ന നമ്മുടെ ഏട്ടത്തിയായ ശ്രുതി പോയി ഡോക്ടറിനെ കാണുന്നത്. അവിടുത്തെ ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും രണ്ടാമത് കൺസീവ് ആവുന്നില്ല, അതിൻ്റെ ചെക്കപ്പിനും ഒക്കെ ആയിട്ട് ചെന്നിരുന്നു. അങ്ങനെയാണ് വിവരം അറിഞ്ഞതെന്ന് പറഞ്ഞപ്പം, ഓഹോ കൊള്ളാലോ, ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അവളുണ്ടല്ലോ പണ്ടേ കള്ളിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാരണം സുധീനെ പോലും ഒരു മുതുകള്ളനെ വിവാഹം കഴിക്കണമെങ്കിലും അവനെ സ്നേഹിക്കണമെങ്കിലും ഒരു മുതുകള്ളിക്കേ പറ്റത്തുള്ളൂ. അല്ലെങ്കിലും അവളിൽ എന്തൊക്കെയോ ചുറ്റിപ്പറ്റി മണക്കുന്നുണ്ടെന്നും എനിക്കറിയായിരുന്നു. ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അയ്യോ വേണ്ട ഏട്ടാ, ഇപ്പം പറയണ്ട ആരോടും ഞാൻ പറയുന്നില്ല. ഏതായാലും നീ ചെല്ല് എന്ന് പറഞ്ഞു. ഏതായാലും നമ്മുടെ സച്ചി എന്ത് ചെയ്തു? ഇത് രവീന്ദ്രനോട് പറഞ്ഞു. രവീന്ദ്രൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സഹിക്കുമോ? സ്വന്തം മകനെ മറ്റൊരു പെണ്ണ് വഞ്ചിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ രവീന്ദ്രന് ഒട്ടും സഹിക്കില്ല. സാധാരണ സഹോദരങ്ങൾ സഹിക്കില്ല. സഹോദരങ്ങൾ സഹിക്കുന്നതിനും അത്രയും കൂടി നമ്മുടെ മാതാപിതാക്കൾ സഹിക്കില്ല. അപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, അയ്യോ ഇവളെ ഞാൻ കൊല്ലു എന്ന്. അവൾ ഒരുത്തി കാരണമല്ലേ അവള് എൻ്റെ മോനെ കല്യാണം കഴിച്ചത്. അല്ല ചന്ദ്ര നോക്കിയും കണ്ടൊക്കെയാണല്ലോ സാധാരണ കല്യാണം നടത്താറുള്ളൂ. എന്താ ഇതിന്റെ സത്യാവസ്ഥ എന്ന് അറിയണം സച്ചി. അതും കൂടി ഞാൻ ചന്ദ്രയോട് ചോദിച്ചിട്ടേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, വേണ്ട ചോദിക്കണ്ട, എന്തിനാ വെറുതെ ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കുന്നത്. അമ്മ അതൊന്നും അംഗീകരിച്ച് തരാൻ പോകുന്നില്ല അച്ഛാന്ന് പറയുമ്പോൾ അത് അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്നും പറഞ്ഞ് നേരെ ചെന്ന് ചന്ദ്രയോട് വെട്ടി തുറന്ന് ചോദിച്ചു. ചന്ദ്ര ഇത് കേട്ടപ്പോഴത്തേക്കും, നിങ്ങൾ എന്ത് ഭ്രാന്ത മനുഷ്യ കിടന്ന് പറയുന്നത്? അവളങ്ങനെ പ്രസവിച്ച പെണ്ണൊന്നും അല്ല. പ്രസവിച്ച പെണ്ണല്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? ഇങ്ങനെ ഒരു ചെറിയ കേട്ടുകേൾവിയുണ്ട്. ഏതായാലും തീയില്ലാതെ പുക ഉണ്ടാവില്ലല്ലോ ചന്ദ്രേ, നീ ഒന്ന് അന്വേഷിച്ച് നോക്ക്.
അല്ല നീ വേണമെങ്കിൽ നിന്റെ പൊന്നാരം മരുമകളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. അതുമല്ല നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാനൊരു ഹോസ്പിറ്റലിന്റെ പേര് പറയാം. ആ ഹോസ്പിറ്റലിൽ നീ പോയൊന്ന് അന്വേഷിച്ച് നോക്കാം. അവിടെയാണല്ലോ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി ഈ പറയുന്ന നിന്റെ പുന്നാര മരുമകൾ പോകുന്നത്. അവിടെ ഒന്ന് ചെന്ന് തിരക്ക്, സത്യം എന്താണെന്ന് നമുക്ക് അറിയാലോ എന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ടപ്പോഴത്തേക്കും അവിടെ ചെന്ന് തിരക്കാനുള്ള ശ്രമയോ ആ ഒരു ഇതോ ഒന്നും നമ്മുടെ ചന്ദ്രയ്ക്ക് ഉണ്ടായില്ല. ചന്ദ്ര നേരെ വെട്ടുന്ന തുണ്ടൻ രണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ അങ്ങോട്ടേക്ക് ചെന്നില്ല. എടി ഇവട്ടം വാടി എന്ന് പറഞ്ഞു ശ്രുതി ഞെട്ടിപ്പോയി. ഇതെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്നും സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന നമ്മുടെ ചന്ദ്ര എടി ഇവിടെ വാടി എന്നൊക്കെ വിളിക്കുന്നത് എന്തിനാ ഈശ്വര, എല്ലാ കള്ളവും പൊളിഞ്ഞോ എന്നൊക്കെ ഓർത്താണ് നമ്മുടെ ശ്രുതിയും ഇറങ്ങി വരുന്നത്. അങ്ങനെ ശ്രുതിയുടെ പുറകെ വാലേ തൂങ്ങി നമ്മുടെ ശ്രുതിയും വരുന്നുണ്ട്. അപ്പൊ ശ്രുതി പറഞ്ഞു, എന്താ അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അല്ല ശ്രുതിമോളെ എന്ന് വിളിച്ച അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? പെട്ടെന്ന് ശ്രുതി എടി എന്നൊക്കെ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഇവളെ അങ്ങനെ തന്നെ വിളിക്കുന്നുള്ളൂ ഞാൻ. എടി നീ ഇതിനു മുമ്പ് പ്രഗ്നന്റ് ആയിട്ടുണ്ടോ എടി എന്ന് ചോദിച്ചു. ഇത് കേട്ടതും ഒന്ന് ഞെട്ടിത്തരിച്ച് നിന്ന് കേട്ടോ. നമ്മുടെ ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ, കൈയോടുകൂടി പിടികൂടി എന്ന് മനസ്സിലായി. അപ്പൊ ശ്രുതി പറഞ്ഞു, അത് പിന്നെ അമ്മേ ഇതിന്റെ മുമ്പ് ഞാൻ പ്രഗ്നന്റ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പോഴാണ് നമ്മുടെ ശ്രുതി പെട്ടെന്ന് ഓർത്തത് ഗൈനക്കോളജിസ്റ്റിനെ ഒക്കെ കാണാൻ പോയല്ലോ. അപ്പൊ ഇനി എവിടെന്നെങ്കിലും ചെറിയ വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇല്ല എന്ന് പൂർണ്ണമായിട്ട് പറയാനും പറ്റത്തില്ല. അപ്പൊ പിന്നെ ഒരു കള്ളത്തരം എടുത്തിട്ടേക്കാന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ നമ്മുടെ ശ്രുതിയുടെ മനസ്സിൽ ഈ കള്ളന്മാർക്ക് പെട്ടെന്ന് കള്ളത്തരം കിട്ടൂല്ലോ. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ടും കള്ളന്മാർക്ക് എവിടെന്നെങ്കിലും ഒക്കെ കള്ളത്തരം അപ്പം തന്നെ സ്പോട്ടിൽ വരും. അങ്ങനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, അത് പിന്നെ അമ്മേ ഞാൻ ഇതിനു മുമ്പ് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. പ്രഗ്നന്റ് ആയിട്ടുണ്ടെന്നോ? എന്നിട്ട് നീ എൻ്റെ മോനെ ചതിച്ച് എന്നെയും ചതിച്ച് നീ വിവാഹം കഴിച്ച അല്ലേടി എന്ന് പറയുമ്പം, അയ്യോ അമ്മേ ഞാൻ വേറെ ആരുടെയും കുഞ്ഞിനെയല്ല പ്രഗ്നന്റ് ആയിട്ടുള്ളത്, ഈ സുധിയുടെ കുഞ്ഞിനെ തന്നെയാ. സുധിയുടെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയെന്നോ? നീ എന്താ ഈ പറയുന്നത്? അതെ അമ്മേ, അമ്മേനെയോ സുധിയോ ഒന്നും വിഷമിപ്പിക്കാൻ വയ്യാഞ്ഞിട്ടാ ഞാനിതിവിടെ പറയാതിരുന്നത്. നിങ്ങൾക്കത് സഹിക്കാൻ കഴിയില്ലല്ലോ. എൻ്റെ അച്ഛൻ മരിച്ചില്ലേ മലേഷ്യയിൽ വെച്ച ഒരു ആക്സിഡന്റിൽ. അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്തായിരുന്നു കേട്ടോ നമ്മുടെ ശ്രുതി. കാരണം അച്ഛൻ മലേഷ്യ വെച്ച് ഒരു ആക്സിഡന്റ് മരിച്ചു എന്നൊക്കെ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. കാരണം അപ്പൊ പിന്നെ അച്ഛനെ തിരക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമയത്ത് എനിക്ക് വല്ലാത്ത ടെൻഷൻ അല്ലായിരുന്നു അമ്മേ. ആ ഒരു ടെൻഷൻ അടിച്ചിരുന്ന സമയത്താ ഇങ്ങനെ കൺസീവ് ആണെന്ന് അറിഞ്ഞത്. ഏതായാലും അപ്പൊ തന്നെ ഞാൻ ഡോക്ടറിനെ കാണാൻ പോയി. ബ്യൂട്ടി പാർലറിൽ വെച്ച് തല ചുറ്റി വീഴുക ചെയ്തത്. അപ്പൊ തന്നെ അത് അബോർഷനായി പോകുകയും ചെയ്തു. അങ്ങനെയാ ഡോക്ടർ പറഞ്ഞത്. പിന്നെ ഞാൻ എങ്ങനെ ഇത് പറയും? അമ്മ ആറ്റുനോറ്റ് ഇരിക്കുകയല്ലേ, ആൻറ്റി ആറ്റുനോറ്റ് ഇരിക്കുകയല്ലേ ഒരു കുഞ്ഞുണ്ടാകാന്. ആ കുഞ്ഞിനെ കൈ കിട്ടിയില്ല, സുധിയുടെ കുഞ്ഞ് മരിച്ചു പോയിന്ന് ഞാൻ എങ്ങനെ അമ്മയോട് പറയും? അതിന് എനിക്ക് ഒരിക്കലും പറ്റില്ല അമ്മേ. അതുകൊണ്ടാണ് ഞാനത് അമ്മയോടും സുധിയോടും പറയാത്തത്. സുധിയും ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ. എനിക്കറിയാം അങ്ങനെ ഒരു അബോർഷൻ സംഭവിച്ചു എന്നും തൻ്റെ കുഞ്ഞ് മരിച്ചു പോയെന്നും കേട്ടിട്ടുണ്ടേ എൻ്റെ സുധി ആകെ തളർന്നു പോവില്ലേ. അതുകൊണ്ടൊക്കെ അമ്മേ ഞാനിവിടെ പറയാത്തതെന്ന് പറഞ്ഞു. പഠിച്ച കള്ളി എന്ന് പറഞ്ഞ ഒന്നാം തരം പഠിച്ച കള്ളിയാണല്ലേ നമ്മുടെ ശ്രുതി. കക്കാൻ പഠിച്ചാൽ നിൽക്കാനും പഠിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. ആ ഒരു ഇതാണ് നമ്മുടെ ശ്രുതിക്കുള്ളത്. ഏതായാലും ശ്രുതി ഇത് പറഞ്ഞതും ആണോ മോളെ, സത്യമായിട്ടും എനിക്കിത് കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ലമ്മേ, അല്ല ആൻറ്റി, എനിക്കറിയാം ആൻറ്റി, ആൻറ്റിക്ക് വിശ്വസിക്കാനും കഴിയില്ല, ആൻറ്റിക്ക് സങ്കടമാകുന്നു. അപ്പൊ എൻ്റെ ശ്രുതിക്കൊരു കുഞ്ഞുണ്ടായിരുന്നല്ലേ. എന്താ മോളത് എന്നോട് പറയാതിരുന്നത്? ഇപ്പൊ തന്നെ ആൻറ്റിക്ക് വിഷമായില്ലേ? ആൻറ്റിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന കണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അല്ല ഇതൊക്കെ ഇപ്പം എവിടെന്ന് ആര് കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ നിൽക്കുന്ന മനുഷ്യനാ ഇതിവിടെ കൊത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. അല്ല അച്ഛൻ ഇതെങ്ങനെ അറിഞ്ഞു? അത് പിന്നെ മോളെ ഞാൻ അറിഞ്ഞത് എന്നോട് സച്ചി പറഞ്ഞതാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. ശ്രുതി പറഞ്ഞു, എന്തിനാണ് നീ ഇങ്ങനെ എൻ്റെ ഭാര്യനെ ഓരോ അപവാദം പറഞ്ഞുണ്ടാക്കുന്നത്? എൻ്റെ ഭാര്യനെ എന്താ പണ്ട് മുതലേ നിനക്ക് കണ്ടുകൂടാ? നീ ഈ വക വൃത്തികേടുകൾ പറഞ്ഞുണ്ടാക്കണോ? അല്ല നിന്റെ ഭാര്യനെ കുറിച്ച് ഞാൻ വല്ലതും പറയുന്നുണ്ടോന്ന് പറഞ്ഞപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞുണ്ടാക്കിയതൊന്നുമല്ല, എന്നോട് ശ്രീകാന്ത് പറഞ്ഞതാന്ന് പറഞ്ഞു. ശ്രീകാന്ത് അവരോട് ചോദിച്ചു, ആഹാ കൊള്ളാം. അപ്പം ശ്രീകാന്തേ നീ ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചന്ദ്ര അങ്ങ് ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ശ്രീകാന്ത് പറഞ്ഞു, അത് പിന്നെ എന്നോട് പറഞ്ഞത് വർഷയാ. ഓഹോ വർഷയോ? അപ്പം വർഷയിൽ നിന്നാണോ ഈ ഒരു വലിയ നുണ ഉണ്ടായതെന്ന് ചോദിച്ചു. വർഷയുടെ അടുത്ത് ചെന്നപ്പോൾ വർഷ പറഞ്ഞു, സുധി ഇങ്ങനെ ചെന്നു കേട്ടോ. അപ്പം നീ അല്ലടി ഈ വലിയ നുണ ഇവിടെ പടച്ചു വിട്ടത് എന്ന് പറഞ്ഞപ്പം അത് പിന്നെ ദേ ചോദിക്കുമൊന്നും വേണ്ട, ഞാനല്ല ഈ നുണ ഇവിടെ പടച്ചു വിട്ടത്. നുണയാണോ സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നോട് രേവതി വന്ന് പറഞ്ഞു, ഞാനിതിവിടെ അവതരിപ്പിച്ചു. ഇത് കേട്ടത് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ചെന്നില്ലേ. മതി, എനിക്കിപ്പം മനസ്സിലായി. ഇവക്ക് മുഴുത്ത അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടായിരുന്നു ശ്രുതിയോട്. എങ്ങനെയെങ്കിലും ശ്രുതിനെ നാണം കെടുത്താൻ വേണ്ടി ഒരുത്തി ഉണ്ടാക്കിയ പച്ചക്കള്ളമായത്. ഇത് ഇവളുണ്ടാക്കിയതല്ലേ? ഞാൻ വെച്ചിട്ടുണ്ടടി നിനക്ക്. എടി എങ്ങനെ തോന്നടി നിനക്ക്? എടി നീ എന്നും അല്ലെങ്കിൽ ഇങ്ങനെ പച്ചക്കള്ളവും പറഞ്ഞ് ആൾക്കാരെ പറ്റിച്ച് നടക്കാനല്ലേ നിനക്ക് അറിയത്തുള്ളൂ.
അങ്ങനെയല്ലേ നിന്റെ അമ്മയും അച്ഛനും നിന്നെ പഠിപ്പിച്ച് വിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതിയുടെ മെക്കിട്ട് കയറാനും തുടങ്ങി കേട്ടോ. ഏതായാലും രേവതിക്ക് ഒന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥ. ആര് പറഞ്ഞതാണ് സത്യം എന്നറിയില്ല, ഈ പറഞ്ഞ എല്ലാവർക്കും ആര് പറഞ്ഞതാണ് സത്യം എന്നറിയില്ല. പക്ഷെ ചന്ദ്ര പൊന്നാര മരുമകളെ വിശ്വസിച്ചു. സുധിയാണെങ്കിൽ അയ്യോ അപ്പം എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നല്ലേ, അപ്പം എനിക്ക് സന്തോഷമായിടി എന്ന് പറഞ്ഞപ്പോൾ എന്ത് സന്തോഷം, അതെന്താ സുധിക്ക് സന്തോഷമായത്? അല്ല ഞാൻ ഓർത്തിനി നമുക്ക് കുഞ്ഞുണ്ടാവില്ലായിരിക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ ആ ഒരു ഇത്. ഏതായാലും നിനക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ടായല്ലോ എൻ്റെ കുഞ്ഞ്, എങ്കിൽ പിന്നെ ഇനി കുഞ്ഞുണ്ടായിക്കോളൂല്ലോ. ഇപ്പോഴാ സത്യം പറഞ്ഞ് എനിക്ക് സമാധാനമായതെന്ന് പറഞ്ഞ് നമ്മുടെ സുധി കേട്ടോ. ഏതായാലും ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുള്ള അടിപൊളി വിശേഷമാണ്. അപ്പം ഇതിൻ്റെ ബാലൻസ് ആയിട്ട് ഞാൻ നാളെ വരാട്ടോ. ഇതിൻ്റെ ബാലൻസ് കഥ പറയാൻ വേണ്ടി ഞാൻ നാളെ ഉച്ചയ്ക്ക് വരുന്നതായിരിക്കും. ഏതായാലും ഉടനെ തന്നെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരം പൊക്കും, രേവതി തന്നെ പൊക്കും. ആദ്യമാണ് ശ്രുതിയുടെ കുഞ്ഞെന്ന് അറിയുകയും ചെയ്യും. ഈ പറയുന്ന ചന്ദ്രയും അറിയൂട്ടോ. അതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ കാണാം അല്ലേ. അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ ഒക്കെ ആയിട്ട് കാത്തിരിക്കുക. ഉടനെ തന്നെ ഞാൻ എത്തും. വൈകിട്ട് നമ്മുടെ നാളത്തെ പ്രമേയമുണ്ട്. ഇപ്പം നമ്മൾ ഇടുന്നത് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളാണ് കേട്ടോ. അതായത് ഇനിയിപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞൊക്കെ ഈ ഒരു വിശേഷമൊക്കെ കാണിക്കുന്നുള്ളതായിരിക്കും. ആ വിശേഷങ്ങളാണ് ഞാൻ ഇപ്പം പറയുന്നത്. പിന്നെ നാളത്തെ പ്രമോ എന്ന് പറയുന്നത് നമ്മൾ വൈകിട്ട് 8:05-നും 8:10-നും ഇടയ്ക്ക് എന്നും ഇടുന്നതായിരിക്കും. നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കഥ തീരുന്ന ടൈമിൽ. പിന്നെ രാവിലെ കറക്റ്റ് 6:45 നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പം സ്നേഹത്തിനും സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇനി നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.